ഈ ശബ്ദവേദിക്കുള്ളിൽ ദൂരത്തും ചാരത്തുമായി ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ നാട്ടിലെ എല്ലാ മാന്യശ്രോതാക്കൾക്കും ധന്യനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കേരള ഗോസ്ബൽ ടീമിന്റെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ സന്ദേശയാത്രയാണ് ഈ പ്രദേശത്ത് കടന്നു വന്നിരിക്കുന്നത്. പ്രത്യേകം ഈ പ്രദേശത്ത് കടന്നു വരുവാനും നിങ്ങളെ കാണാൻ സാധിച്ചതൊക്കെ വളരെ സന്തോഷം ഞങ്ങൾക്കുണ്ട്. ദൈവം ഈ ദേശത്തെ ഒത്തിരി അനുഗ്രഹിക്കട്ടെ എന്ന് ഈ തരണത്തിൽ ഞാൻ ഒരുമിച്ച് ദൈവത്തിൽ പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് വളരെയേറെ സന്തോഷത്തോടെ ഞാൻ ഈ ദേശത്ത് നിൽക്കുമ്പോൾ ഒരു ഭാഗത്ത് വളരെ ദുഃഖങ്ങളും പ്രയാസമായിട്ടുള്ള നിറഞ്ഞ ഒരു കാലഘട്ടത്താണ് നാം ജീവിക്കുന്ന കാര്യം നമ്മൾ ആരും മറന്നു പോകരുത്. ഇന്ന് ലോകത്തൊക്കെ നോക്കിയാൽ കുടുംബത്തിനകത്ത് സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ അനേക കുടുംബങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്താണ് നാം ജീവിക്കുന്നത്. അതിന്റെ ഏക കാരണം എന്തെന്ന് ചോദിച്ചാൽ അവർ ഏതെങ്കിലും ഒരു ലഹരി പദാർത്ഥത്തിന് അടിമയായി അനേക കുടുംബങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്താണ് നാം ജീവിക്കുന്ന കാര്യം ഇന്ന് പകൽ നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ട് പ്രത്യേകം വളരെ സന്തോഷം എന്ന് പറയുന്നത് പ്രത്യേകം നമ്മുടെ ആഭ്യന്തരമന്ത്രി പുതിയ സർക്കാരൊക്കെ നമ്മുടെ കേരള ഭരിക്കാൻ വേണ്ടി തിരിച്ചിരിക്കുകയാണ്. തുഫാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പുതിയ രീതിയിലുള്ള മദ്യവും മയക്കുമരുന്നും അങ്ങനെയുള്ള അതിനെതിരെ ശക്തമായി പ്രതികരിച്ചുകൊണ്ട് നമ്മുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു കാര്യമുണ്ട്. അനേകരെ മദ്യവുമായിട്ടും കഞ്ചാവായിട്ടും MDMA ആയിട്ടും അനേകരെ പിടിച്ച് ജയിലിലടച്ചവർക്കെതിരെ കേസെടുക്കുന്ന ഒരു കാലം നമ്മൾ മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകം അതിനുവേണ്ടി നേതൃത്വം നൽകുന്ന കേരള സർക്കാർ, പ്രത്യേക ആഭ്യന്തര വകുപ്പ് മന്ത്രി, പോലീസുകാര്, എക്സൈസുകാര്, അങ്ങനെയുള്ളവർക്ക് പ്രത്യേകം ഞങ്ങൾ കേരള ഗോസ്ബൽ ടീമിന് പേരൊരു ബിഗ് സല്യൂട്ട് ഈ നിമിഷം ഞങ്ങൾ തരികയാണ്. കാരണം ഇന്ന് ഞങ്ങൾ പ്രസംഗിക്കുന്നതും ഞങ്ങൾ ആഗ്രഹം അങ്ങനെ തന്നെയാണ്. അനേകർ മദ്യത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കണം, അനേകര് MDMA പോലുള്ള കഞ്ചാവ് പോലുള്ള ലഹരിയിൽ നിന്ന് വിടുതൽ പ്രാപിക്കണമെന്നാണ് ഞങ്ങളുടെ എല്ലാ ആഗ്രഹം. അതുകൊണ്ട് വളരെ സന്തോഷമുണ്ട്. അങ്ങനെയുള്ള ഗവൺമെന്റുകളും സർക്കാരുകളും അധികാരികളും ഇനിയും വരട്ടെ എന്ന് ഈ നിമിഷം ഞങ്ങൾ ആശംസിക്കുകയാണ്. ഇന്ന് ലോകത്തേക്ക് നോക്കിയാൽ നമുക്കെല്ലാവർക്കും അറിയപ്പെടുന്ന ഒരു സത്യചരിത്രം പറയാൻ ആഗ്രഹിക്കുക. നമുക്കെല്ലാവർക്കും അറിയപ്പെടുന്ന ഒരു മഹാ ദുരന്തമായിരുന്നു ടൈറ്റാനിക് എന്ന കപ്പലിന്റെ ദുരന്തം. ആ കപ്പൽ പുറപ്പെടുന്നതിന് മുമ്പ് അവർക്ക് ലഭിച്ച ഒരു മുന്നറിയിപ്പ് ഇങ്ങനെയായിരുന്നു: നിങ്ങൾ കടന്നു പോകുന്നത് അറ്റ്ലാന്റ മഹാസമുദ്രത്തിൽ കൂടെയാണ്, വളരെ സൂക്ഷിക്കണം, മഞ്ഞുമലകൾ അവിടെയുണ്ട്, അതുകൊണ്ട് വളരെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു മുന്നറിയിപ്പ് ലഭിച്ചിട്ടും അവർ പറഞ്ഞു ഇല്ല, ദൈവം തമ്പുരാൻ നോക്കിയപ്പോഴും ഈ കപ്പലിനെ തകർത്തുകളെ കഴിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് കന്യായാത്ര ആരംഭിച്ചു. അനേക ജനങ്ങൾ ആയിരക്കണക്കിന് രൂപ നേരത്തെ കെട്ടിവെച്ച് ടിക്കറ്റ് എടുത്തുകൊണ്ട് സന്തോഷത്തോടെ ഉല്ലസിച്ചുകൊണ്ട് യാത്ര ആരംഭിച്ചു. എന്നാൽ കന്യായാത്രയിൽ തന്നെ ആ കപ്പൽ ഒരു മഞ്ഞുമലയിലിടിച്ച് അനേകായിരങ്ങൾ അറ്റ്ലാന്റ മഹാസമുദ്രത്തിൽ താഴ്ന്നുപോയി. എന്താണ് കാരണമെന്ന് ചോദിച്ചാൽ ഉത്തരം ഒന്നേ ഉള്ളൂ: അതിന് ലഭിച്ച ഒരു മുന്നറിയിപ്പിനെ അവർ അവഗണിച്ചു കളഞ്ഞു. ഇന്ന് പകൽ ഈ ദേശത്തിന് അഭിസംബോധന ചെയ്യുമ്പോഴും ചില മുന്നറിയിപ്പുകൾ ഈ ദേശത്തോട് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്താണ് ആ മുന്നറിയിപ്പ് എന്ന് ചോദിച്ചാൽ, സ്നേഹിത, നീ ഇങ്ങനെ മദ്യത്തിന് അടിമയായി, കഞ്ചാവിന് അടിമയായി, MDMAക്ക് അടിമയായി നീ ഇങ്ങനെ മുന്നോട്ട് കടന്നു പോയാൽ നിന്റെ കുടുംബം തളർന്നു പോകുമെന്നൊരു മുന്നറിയിപ്പ്. അത് മാത്രമല്ല, ഇങ്ങനെ കടന്നുപോയാൽ ചിലപ്പം നിന്റെ കുഞ്ഞുങ്ങളെ വരെ നിന്നിൽ നിന്ന് മാറിപ്പോയി ചിലപ്പോൾ ആത്മഹത്യ ചെയ്യേണ്ടി വരുന്ന കാര്യം ഇന്ന് മുതൽ ദേശം മറന്നു പോകരുത്. അതുകൊണ്ട് ഇന്ന് പകൽ ദേശത്തോട് ചില മുന്നറിയിപ്പ് പറയുമ്പോൾ തന്നെ വിളിച്ചു പറയുന്ന കാര്യമുണ്ട്: സ്നേഹിത, ഇന്ന് മുതൽ നീ മദ്യത്തോട് വിട പറയണം, നീ മയക്കുമരുന്നിനോട് വിട പറയണം. നിന്റെ ജീവിതത്തിന് സമാധാനമില്ലാതെ നിന്റെ കുടുംബത്തെ നിന്നെ നശിപ്പിക്കുന്ന ചില ലഹരിയോട് വിട പറഞ്ഞാൽ നിന്റെ കുടുംബം ഏറ്റവും ധന്യമായി തീരും, ഏറ്റവും സമാധാനമായി തീരും. അതിന് വലിയ മാർഗമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉത്തരം ഞങ്ങൾക്ക് പറയാറുണ്ട്. ചില ആളുകൾക്ക് പറയാറുണ്ട് മദ്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വലിയ ആഗ്രഹമുണ്ട്, പക്ഷെ ഇതുവരെയായിട്ടും മദ്യത്തിൽ രക്ഷപ്പെടാൻ കഴിഞ്ഞിട്ടില്ല, ലഹരിയിൽ രക്ഷപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ ഡോക്ടർമാരെ കാണുന്നു, പോലീസ് ഒത്തിരി അടിവെച്ച് തരുന്നു, അല്ലെങ്കിൽ പെറ്റി കേസുകൾ തരുന്നു, ലാത്തി ചാർജ് കൊണ്ട് അവർ ഒത്തിരി പീഡന ശരീരത്തിൽ ചെയ്തിട്ടു
അവർ മദ്യത്തിൽ നിന്ന് ഈ ഗതിയിൽ നിന്ന് രക്ഷപ്പെടാൻ അവർ കഴിഞ്ഞിട്ടില്ല. നമ്മൾ ഇന്ന് പകൽ ഈ ദേശത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് പറയാൻ കഴിയും, അവിടെ നിന്ന് നിങ്ങൾ ജീവിതത്തിന്റെ അകത്ത് മാറ്റം വരുത്തുന്ന ഒരു മാർഗമുണ്ട്. ആ മാർഗമാണ് സുവിശേഷം എന്ന് പറയുന്നത്. എന്താണ് സുവിശേഷം എന്ന് പറഞ്ഞാൽ? ഉത്തരം നല്ല വാർത്തയാണ് സുവിശേഷം. സുവിശേഷം എന്ന് പറഞ്ഞാൽ, ഒന്നുകൂടി പറഞ്ഞാൽ, സുവിശേഷം ഒരു മതപ്രസംഗമല്ല. സുവിശേഷം ഒരു മതം മാറ്റുന്ന പരിപാടിയല്ല. എന്താണ് സുവിശേഷം? സുവിശേഷം എന്ന ഒറ്റ ഉത്തരവേ ഉള്ളൂ. അതിന് ഏക ഉത്തരം എന്ന് പറഞ്ഞാൽ, നിന്റെ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള ഒരു മാർഗമാണ് സുവിശേഷം എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറഞ്ഞാൽ, സുവിശേഷം ഒരു മാർഗമാണ്. എന്താണ് മാർഗം? മദ്യത്തിൽ നിന്ന് മാറ്റം വരുത്തുന്ന മാർഗം, കഞ്ചാവിൽ നിന്ന് മാറ്റം വരുന്ന മാർഗം, എല്ലാവരും സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന മാർഗം, എല്ലാം സഹിക്കാൻ പഠിപ്പിക്കുന്ന മാർഗം, നിന്റെ ജീവിതത്തിന് വളരെ സമാധാനവും സന്തോഷവും തരുന്ന ഒരു മാർഗമുണ്ടെങ്കിൽ ആ മാർഗമാണ് സുവിശേഷം എന്ന് പറയുന്നത്. സുവിശേഷം ഒരു വ്യക്തിയാണ്. ആ വ്യക്തി ആരാണ്? ആ വ്യക്തിയുടെ പേരാണ് കർത്താവായ യേശുക്രിസ്തു. ഇന്ന് പകൽ ഈ ദേശത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ ഇന്ന് പകൽ ശക്തമായി വിളിച്ചു പറയാം, നിന്റെ ജീവിതത്തിന്റെ അകത്ത് നാളുകളായി സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ എല്ലാവരും നഷ്ടപ്പെട്ട് നിന്നെ മാറ്റി നിർത്തിയെങ്കില് ഇനി അത് ജീവിക്കണ്ട, എന്റെ ജീവിതം ഇവിടെ കൊണ്ട് തീർന്നെന്ന് സകല വിധിയെഴുതി നിന്നെ തള്ളിക്കണമെങ്കിൽ ഇന്ന് പകൽ ദേശത്ത് വിളിച്ചു പറയുക, നിന്നെ സ്നേഹിക്കുന്ന ഒരുവരുണ്ട്, അവന്റെ പേരാണ് കർത്താവായ യേശുക്രിസ്തു എന്ന കാര്യം ഇന്ന് പകൽ ദേശം മറന്നു പോകരുത്. ഈ ദേശത്തോടൊക്കെ ഞങ്ങൾ പറയുമ്പോൾ ഞങ്ങൾ സന്തോഷമെന്ന് പറഞ്ഞാൽ, ഒരു കാലത്തെ നാടിനും നാട്ടുകാർക്കും വീടിനും വീട്ടുകാർക്കൊക്കെ ഭാരമായി ജീവിച്ച ഒരു കാലം ഞങ്ങളുടെ പുറകിലുണ്ട്. അപ്പനും അമ്മയും ഞങ്ങൾ വെറുത്തൊരു കാലമുണ്ട്, നാട്ടുകാരെ വെറുത്തൊരു കാലമുണ്ട്. പക്ഷേ അവിടെ നിന്ന് ഞങ്ങളെ സ്നേഹിച്ച ഒരു മാർഗം എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ സുവിശേഷമാണ്. അതുകൊണ്ടാണ് ഞങ്ങളെപ്പോഴും ആളുകൾ തെരുവോരകളിൽ നിന്നുകൊണ്ട് യേശുക്രിസ്തുവിനെ കൂടി പ്രസംഗിക്കാൻ കാരണമെന്ന് ചോദിച്ചാൽ, ഞങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തിയത്, ഞങ്ങൾക്ക് സന്തോഷം തന്നത്, ഞങ്ങളെ സ്നേഹിക്കാൻ പഠിപ്പിച്ച ഒറ്റ മാർഗമുണ്ടെങ്കിൽ ആ മാർഗമാണ് യേശുക്രിസ്തുവിന്റെ സുവിശേഷം എന്ന് പറയുന്നത്. ഇത് ഏത് കാലഘട്ടത്തിലും ഏത് സ്ഥലത്തും ഈ ചങ്കുറപ്പോടെ ആവേശത്തോടെ പ്രസംഗിക്കപ്പെടുന്ന കാരണമെന്ന് ചോദിച്ചാൽ, ഈ സുവിശേഷം ചെന്ന സ്ഥലത്തൊക്കെയും വലിയ സമാധാനം ഉണ്ടായിട്ടുണ്ട്, വലിയ സന്തോഷം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങളെപ്പോലുള്ള ആളുകള് അനേക ഭവനങ്ങളോട് നിന്നുകൊണ്ട് യേശുക്രിസ്തുവിനെ ഞങ്ങൾ പ്രസംഗിക്കുന്നത്. അങ്ങനെയാണ് യേശുക്രിസ്തു ആരാണ് എന്ന് തിരിച്ചറിയണം. യേശുക്രിസ്തു ആരാണെന്നുള്ള ചോദ്യത്തിന് ഒത്തിരി ഉത്തരങ്ങൾ ദേശമേ നമുക്ക് പറയാൻ കഴിയും. ചില ആളുകൾ പറയാറുണ്ട്, യേശു യോസേഫിന്റെ മകനാണ്, യേശു മറിയയുടെ മകനാണ്, യേശു അത്ഭുതം ചെയ്യുന്നവനാണ്, യേശു മരിച്ചവരെ ഉയർപ്പിച്ചവനാണ്. എന്നാൽ യേശു ആരാണെന്ന് ചോദിച്ചാൽ അവൻ യഥാർത്ഥമായ ഉത്തരം എന്ന് പറഞ്ഞാൽ അവൻ ലോകത്തിന്റെ രക്ഷിതാവാണ്, കർത്താവായ യേശുക്രിസ്തു. ഇന്ന് പകൽ ഈ ദേശത്ത് നിന്നുള്ള ചങ്കുറപ്പാട് വിളിച്ചു പറയാം, ഈ യേശു ആരാണെന്ന് ചോദിച്ചാൽ യേശു ഒരു മതസ്ഥാപകനല്ല, യേശു ക്രിസ്ത്യാനിക്ക് വേണ്ടി വന്നവനല്ല, പിന്നെയോ യേശു ലോകത്തിന്റെ രക്ഷിതാവാണ് കർത്താവായ യേശുക്രിസ്തു. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിനെ കുറിച്ച് ദേശത്ത് നിന്ന് സങ്കടത്തോടെയാണ് പ്രസംഗിക്കാൻ ഉള്ള കാരണമെന്ന് പറഞ്ഞാൽ, ലോകത്ത് എല്ലാവരും പറഞ്ഞ കാര്യമുണ്ട്, മനുഷ്യർ എല്ലാവരും പാപികളാണ്. വിശുദ്ധ തിരുവചനം പറയുന്നു, പാപത്തിന്റെ ശമ്പളം മരണമാണ്. നിനക്കറിയാമോ, പാപം ചെയ്ത മനുഷ്യന് ദൈവം കൊടുക്കുന്ന ശമ്പളം മരിക്കണമെന്നാണ്. എന്തുകൊണ്ടാണ് ഈ മനുഷ്യൻ ഈ പാപം എങ്ങനെ വന്നു? ഏക മനുഷ്യനാൽ ഈ മനുഷ്യനിലേക്ക് ഈ പാപം കടന്നു വന്നു. ഈ പാപത്തിൽ വന്ന മനുഷ്യൻ അന്ന് മുതൽ അവർ ഓടിക്കൊണ്ടിരിക്കുക. ഈ പാപത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാൻ കഴിയും? ഹൈന്ദവ വേദം വിളിച്ചു പറയുകയാണ്, തമസോമ ജ്യോതിർഗമയ മൃത്യോമ അമൃതംഗമയ എന്ന് അവർ പറയാൻ ഇരുട്ടിലാണെന്ന് അവർ സ്വയം സമ്മതിക്കുകയാണ്. ഇസ്ലാം വേദം വിളിച്ചു പറയുകയാണ്, ഇബ്ലീസിന്റെ കുറ്റ ഏൽക്കാത്ത ഒരൊറ്റ വ്യക്തി പോലും ദുനിയാവില്ല എന്ന് ഇസ്ലാം വേദം വിളിച്ചു പറയുകയാണ്. എന്ന വിശുദ്ധ തിരുവചനം അല്ല പലതര ശൈലി പ്രചരിക്കുകയാണ്. എന്താണെന്നറിയാമോ, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. ഇന്ന് പകൽ ദേശത്തോട് ശബ്ദമായ ഒരു കാര്യം പറയാം, എല്ലാവരും പാപികളാണെന്ന് സ്വയം വിളിച്ചു പറയുകയാണ്. എല്ലാ മതങ്ങളും വിളിച്ചു പറയാം, മനുഷ്യൻ പാപികളാണ്. ആ പാപത്തിൽ നിന്ന് ഒരു
മാറ്റം നമുക്ക് ആവശ്യമല്ലേ? ഈ പാപം മനുഷ്യന് വന്നപ്പോൾ അവന്റെ സ്നേഹം നഷ്ടപ്പെട്ടു പോയി, അവന്റെ സമാധാനം നഷ്ടപ്പെട്ടു പോയി. ഈ സമാധാനം നഷ്ടപ്പെട്ട മനുഷ്യൻ അവൻ കഞ്ചാവിൽ ആശ്രയിച്ചു, അവൻ മദ്യത്തിൽ ആശ്രയിച്ചു, അവൻ MDMA ആശ്രയിച്ചു. അവരുടെ ജീവിത അവസാനം അതിനെ ആശ്രയിച്ച് മുന്നോട്ട് കടന്നുപോയി. ഒരു മുഴുവൻ പേരിന്റെ അകത്തോ അല്പ വിഷത്തിന്റെ അകത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും പുഴയിൽ ചാടി അവരുടെ ജീവിതം അവസാനിപ്പിക്കുന്ന എത്ര കുടുംബങ്ങളെ നമുക്ക് കാണാൻ കഴിയും. ഇന്ന് പകൽ ഈ ദേശത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ ഒരു കാര്യം വിളിച്ചു പറയാം. പാപത്തിന്റെ അകത്ത് ജീവിക്കുന്ന മനുഷ്യ, നിങ്ങൾക്ക് സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ എല്ലാം തീർന്ന ലോകം വിധി ചെയ്യുമ്പോൾ ഇന്ന് പകൽ ആ പാപത്തിന് പ്രാശ്ചിത്തമായ ഒരുവനെ ഞങ്ങൾക്ക് ഈ ദേശത്തോട് വെളിപ്പെടുത്താനുണ്ട്. ഇന്ന് പകല് നിന്റെ ജീവിതത്തിന്റെ അകത്ത് എത്ര പ്രശ്നമായാലും പ്രതികൂലമായാലും പ്രതിബന്ധമായാലും ഒരിക്കലും രക്ഷപ്പെടാതെ നീ ആയിരിക്കണമെങ്കിൽ അവിടെ നിന്ന് നിന്നെ മാറ്റം വരുത്തുന്ന ഒരു മാർഗമായിട്ടാണ് ഇന്ന് ഈ ദേശത്തെ ഞങ്ങൾ അഭിസംബോധന ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പാപത്തിൽ ജനിച്ച മനുഷ്യൻ ആ പാപത്തിൽ രക്ഷപ്പെടാൻ വേണ്ടി അനേക മലകൾ കയറുന്നു, അനേക പുണ്യ സ്ഥലങ്ങൾ സന്ദർശിക്കുന്നു, നേർച്ച കാഴ്ചകൾ നടത്തുന്നു, ദാനധർമ്മങ്ങൾ ചെയ്യുന്നു. അപ്പോൾ ഇവിടെയൊന്നും യഥാർത്ഥമായിട്ടും മനുഷ്യന് പാപത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഇന്ന് പകൽ ഞങ്ങൾ വിളിച്ചു പറയുക, ഇന്ന് പകൽ ഒരു നേർച്ച കാഴ്ച എന്ന് ചെയ്യണ്ട, നീ ഒരു വഴിപാട് ചെയ്യണ്ട, ഒരു മലയിൽ നിന്ന് കയറുന്ന ഇന്ന് പകല് ആ യേശുവിന് വേണ്ടി നിന്റെ ഹൃദയത്തിൽ നിന്ന് വിട്ടുകൊടുക്കാൻ തയ്യാറായാൽ നിന്റെ പാപം എത്ര കടിൽ ചുമപ്പായാലും അതിനെ ഹിമം പോലെ വെളിപ്പിക്കുന്ന ഒറ്റ മാർഗമുണ്ടെങ്കിൽ ആ മാർഗത്തിന്റെ പേരാണ് യേശുവിന്റെ നാമം. ആ യേശുവിന്റെ കരങ്ങളിലേക്ക് ഒന്ന് സമർപ്പിക്കാൻ തയ്യാറായാൽ നിന്റെ പാപത്തിന് നിന്ന് ഒരു വിടുതലുള്ള കാര്യം ഇന്ന് നമുക്ക് ദേശം മറന്നു പോകരുത്. അങ്ങനെയാണെങ്കിൽ യേശു ആരാണ്? യേശുവിന്റെ ജനനം ഒരു അത്ഭുതമായിരുന്നു. എല്ലാവരും ഡിസംബർ 25-ാം തീയതി യേശുവിന്റെ ജനനം ലോകം മുഴുവൻ കൊണ്ടാടുകയാണ്. അനേക നക്ഷത്രങ്ങൾ തൂക്കി പുൽക്കുടുകൾ കെട്ടിയും യേശുവിന്റെ ജനനം കൊണ്ടാടുകയാണ്. യേശുവിന്റെ ജനനത്തിന് മാലാഖമാർ വിളിച്ചതെങ്ങനെയാണ്? അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ളവർക്ക് സമാധാനം. യേശു ജനിച്ചത് എന്തിനാണ് ചോദിച്ചാല് യേശു ജനിച്ച ഒറ്റ കാരണമുള്ളൂ, എന്റെയും നിന്റെയും സകല പാവം ഏറ്റെടുക്കാൻ വേണ്ടി, സ്വയം ഭരിക്കുവാൻ വേണ്ടി ഇറങ്ങി വന്ന ഒറ്റ ഒരുവരേ ഉള്ളൂ. അവന്റെ പേരാണ് കർത്താവ് യേശു ക്രിസ്തു. അതെ, കർത്താവ് യേശു ക്രിസ്തു ഏകദേശം 33 തിരുവയസ്സ് വരെ ഈ ഭൂമിയിൽ കർത്താവ് ജീവിച്ചു. 30-ാമത്തെ വയസ്സിൽ കാനാവിലെ കല്യാണത്തിന് വെള്ളത്തെ വീഞ്ഞാക്കിക്കൊണ്ട് യേശുവിന്റെ അത്ഭുത ശുശ്രൂഷകൾ ആരംഭിക്കാൻ തുടങ്ങി. അങ്ങനെ മനുഷ്യരെ ഉയർപ്പിച്ചു, രോഗികളെ സൗഖ്യമാക്കി. അത് യേശു കടന്നു വരുന്ന വഴിക്ക് 12 വർഷം രക്തസ്രാവമുള്ള ഒരു സ്ത്രീ യേശുവിനെ കുറിച്ച് അറിഞ്ഞു. വൈദികനെയാണ് 12 വർഷം രക്തസ്രാവമുള്ള സ്ത്രീ. പഴയ നിയമകാലം അനുസരിച്ച് അല്ലെങ്കിൽ ആ കാലത്തെ നിയമം അനുസരിച്ച് ഒരു സ്ത്രീക്ക് രക്തസ്രാവം ഉള്ള ഒരു സ്ത്രീ അവർക്ക് ജനത്തിന്റെ ഇടയിൽ വരാൻ നിയമമില്ല. അവൾ പാളയത്തിൽ പുറത്തായിരിക്കണമെന്ന് നിയമം വയ്ക്കുമ്പോൾ അവരുടെ 12 വർഷം അവളുടെ സമ്പത്ത് മുഴുവനും അവളുടെ പൈസ മുഴുവനും അവൾ എന്ത് ചെയ്യുന്ന നിയമം ആ ഡോക്ടർമാർക്കും വൈദ്യന്മാർക്കും കൊടുത്തിട്ടും അവരുടെ സൗഖ്യം ലഭിച്ചില്ല. അവസാനം അവൾ യേശുവിനെ കൊണ്ട് പറഞ്ഞു. അവൾ പറഞ്ഞു, യേശു ഒരിക്കലും പ്രാർത്ഥിക്കണ്ട, യേശുവിനെ കാണണ്ട, യേശുവിന്റെ വസ്ത്രത്തിലെങ്കിലും തൊട്ടാൽ എനിക്ക് സൗഖ്യം കിട്ടുമെന്ന് അവൾ പറഞ്ഞുകൊണ്ട് അനേകായിരങ്ങൾ തിക്കുന്ന തിരക്കടിയോടെ യേശു കടന്നു പോകുമ്പോൾ അവൾ ചെന്ന് യേശു വസ്ത്രത്തിൽ നിന്ന് തൊട്ടു. ഉടനെ യേശു ഒരു കാര്യം ചോദിച്ചു, എന്നെ ആരാണ് തൊട്ടത്? ഉടനെ ആ സ്ത്രീ തന്റെ ശരീരത്തിൽ അവൾ അനുഭവിച്ചറിഞ്ഞു. യേശുവിന്റെ വസ്ത്രത്തിൽ തൊട്ടപ്പോൾ അവളുടെ രോഗത്തിന് മേല് ആ രോഗ സൗഖ്യമായി അവളുടെ ശരീരത്തിൽ വന്നപ്പോൾ അവൾ യേശുവിന്റെ കാൽക്കൽ വന്ന് വീണു. യേശു വന്നൊരു കാര്യമുണ്ട്. ഇന്ന് പകലില് ദേശത്തോട് ചങ്കുറപ്പോടെ ഞാൻ യേശുവിനെ പ്രസംഗിക്കാൻ കാണുമെന്ന് ചോദിച്ചാൽ 12 വർഷം രക്തസ്രാവമുള്ള സ്ത്രീ പാളയത്തിൽ പുറത്തായവള് എല്ലാവരും നീ പാപി എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞവള് അവൾ ആരുടെ തൊട്ടാലും അവൾ അശുദ്ധമായി തീരുമെന്ന് നീങ്ങി നിൽക്കുമ്പോൾ അവൾ യേശുവിനെ തൊട്ടപ്പോൾ യേശു അശുദ്ധനായില്ല. ഇന്ന് പകലില് നിന്റെ ജീവിതത്തില് അശുദ്ധമായി നിന്റെ പേര് പറഞ്ഞ് നീ എത്ര പേര് തള്ളിക്കളഞ്ഞാലും ഇന്ന് പകലില് യേശുവിന്റെ അടുക്കലേക്ക് വരാം, യേശുവിനെ പ്രാർത്ഥിക്കാം, യേശുവിനെ തൊടാം. ഇന്ന് നീ എത്ര അശുദ്ധനായാലും നീ യേശുവിനെ തൊട്ടാൽ നീ ശുദ്ധനായി തീരും. എന്നെ യേശു ഒരിക്കലും അശുദ്ധനായി തീരുകയില്ല. ഇന്ന് പല ദേശത്തോട് ചങ്കുറപ്പോടെ ആവേശത്തോടെ വിളിച്ചു പറയാം, നിന്റെ ജീവിതത്തിന്റെ അകത്ത് രോഗത്താൽ ഭാരപ്പെട്ട് നീ എല്ലാവരും തള്ളിക്കണമെങ്കിൽ ഇന്ന് പകൽ ഈ ഉച്ചഭാഷയിൽ കൂടി ചങ്കുറപ്പ വിളിച്ചു പറയാം, യേശുവിന്റെ സൗഖ്യം ഇന്നും ഈ നിമിഷവും നിന്റെ ജീവിതം നടക്കുന്ന പകരായി തീരട്ടെ. ഇന്ന് പകൽ
പറയാതെ ഡോക്ടർ ഉപേക്ഷിച്ചു. ഇനി മരണം മാത്രം മതിയെന്നോർത്ത് നീ ആയിരിക്കുന്നുവെങ്കിൽ, ഈ ശബ്ദം നീ കേൾക്കുന്നുവെങ്കിൽ, ഇന്ന് യേശുവിന്റെ സമാധാനം, യേശുവിന്റെ സൗഖ്യം ഇന്ന് മുതൽ നീ ഇരിക്കുന്നതിൽ വരുന്ന ഒരുപാടായി തീരട്ടെ. ഇതാ യേശുവിന്റെ മാർഗം. അങ്ങനെ യേശു കടന്നുപോയി. അങ്ങനെ ആ സ്ത്രീ സന്തോഷത്തോടെ കടന്നു പോകുന്നത്. അതിനുശേഷം കർത്താവ് യേശു 33 ദിവസത്തിലേക്ക് എത്തി. 33 ദിവസം യേശു ഭരിക്കാൻ വന്നു. പിതാവായ ദൈവത്തിന് ഇഷ്ടമായിരുന്നു. എന്താ പിതാവിന് ഇഷ്ടം പറയാമോ? യേശു മരിക്കേണ്ടത് പാപത്തിൽ നിന്ന് രക്ഷയ്ക്ക് വേണ്ടി പാപമില്ലാത്ത ഒരുവൻ മരിക്കണം. അങ്ങനെ യേശുവിനെ കിടപ്പുറയിൽ വെച്ച് യേശുവിനെ പിടിച്ചു. യേശുവിനെ 5 കോടതിയിൽ മാറി മാറി യേശുവിനെ വിസ്തരിച്ചു. ഒരു കോടതിയും യേശുവിന്റെ മേൽ ഒരു കുറ്റവും പറഞ്ഞില്ല. ഇന്ന് പകൽ യേശുവിനെ പ്രസംഗിക്കാൻ കാരണം ചോദിച്ചാൽ, അന്നത്തെ റോമാഗണ്ഡ നിയമമനുസരിച്ച് കോടതി മാറി മാറി യേശുവിനെ വിസ്തരിച്ചിട്ടും ഒരു കോടതിയും യേശുവിന്റെ മേൽ ഒരു കുറ്റവും പറഞ്ഞില്ല. തീർന്നില്ല. അങ്ങനെ യേശുവിന്റെ അവസാനം അവരെ ഉറക്കവിളിപ്പിനെ ക്രൂശിക്കെന്ന് പറഞ്ഞുകൊണ്ട് അവസാനം യേശുവിനെ അവര് കൊല്ലുന്നതിന് വേണ്ടി പീലാത്തോസ് ഏൽപ്പിച്ചു കൊടുത്തു. അവർ വിളിച്ചു വന്നിരിക്കുകയാണ്, ഞങ്ങൾക്ക് ആരെ വേണം? ഞങ്ങൾക്ക് ബറബ്ബാസിനെ വേണം. യേശുവിനെ ഞങ്ങൾക്ക് വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവർ ബറബ്ബാസിനെ വിട്ടയച്ചിട്ട് യേശുവിനെ ക്രൂശിക്കുകയാണ്. ഇന്ന് പകല് പാപത്തിലെ അടിമത്തിൽ കിടന്ന കൊലയായ ദുഷ്ടനായിരുന്ന ബറബ്ബാസ് ജയിലിന്റെ അകത്ത് കിടക്കുക. പക്ഷേ അവര് പറഞ്ഞു, ഞങ്ങൾക്ക് യേശുവിനെ വേണ്ട, സത്യത്തെ ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് സത്യം വേണ്ട, ഞങ്ങൾക്ക് ബറബ്ബാസിനെ മതിയെന്ന് പറഞ്ഞുകൊണ്ട് ആ യേശുവിനെ ക്രൂശിക്കാൻ ഏൽപ്പിച്ചിട്ട് ബറബ്ബാസിനെ വിട്ടയക്കൂടെ വന്നു. ഇന്ന് പകൽ ഇന്ന് ദേശമേ പറയട്ടെ, നീ എത്ര കുറ്റവാളിയായാലും, എത്ര കള്ളനായാലും, അല്ലെങ്കിൽ നിന്റെ ജീവിതത്തിന്റെ അകത്ത് ക്രൂര കൃത്യങ്ങൾക്ക് വേണ്ടി നീ മുന്നോട്ട് നടക്കുന്ന വ്യക്തിയാണെങ്കിലും, ഇന്ന് ഒരു നിമിഷം യേശുവെ, ഇന്ന് പകൽ യേശു ഇന്ന് ഹൃദയത്തിലേക്ക് വരുവാൻ വേണ്ടി ഏൽപ്പിക്കുമെങ്കിൽ ഇന്ന് പകൽ ആ യേശുവിന്റെ സ്നേഹം നിന്റെ ജീവിതത്തിലെ ഒരു ദിവസമായി തീരട്ടെ. അതിനകത്ത് ആ യേശുവിനെ ഒന്ന് പിടിച്ചു കൊണ്ടുപോയി പീലാത്തോസിന്റെ ഗമന എന്ന കൽപ്പനത്തിന് യേശുവിനെ അവര് കൊണ്ട് നിർത്തി. അവരുടെ നിയമമനുസരിച്ച് മനുഷ്യൻ അടിക്കാൻ ഏൽപ്പിച്ചാൽ, പീലാത്തോസിന്റെ ഗമന എന്ന കൽപ്പനത്തിന് പ്രത്യേകതയുണ്ട്. ഒരു മനുഷ്യൻ അടിക്കാൻ ഏൽപ്പിച്ചാൽ അവരെ റാ പോലെ വളർച്ചു നിർത്തും. ഒന്നുകൂടെ 39 അടി അവന്റെ മേൽ അടിക്കളുടെ വരും. യേശുവിനെ പുറത്ത് ചട്ടവനെ കൊണ്ട് ഒന്നുകൂടെ 39 അടി യേശുവിനെ പുറത്ത് തലവട്ടമായി അന്യപതിച്ചു. അവന്റെ പുറമെല്ലാം ഉടമച്ചാല് പോലെ കീറി. ഇന്ന് പകൽ ദേശത്തിന് പറയട്ടെ, എന്തുകൊണ്ടാണ് യേശുവിനെ പ്രസംഗിക്കാനുള്ള കാരണം ചോദിച്ചാൽ, യേശുവിന്റെ പുറമെല്ലാം ഉടമച്ചാലുകൾ അടിച്ചു കീറിയപ്പോൾ പിതാവായ ദൈവം പറഞ്ഞു, ഇവന്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഇന്ന് പകൽ യേശുവിന്റെ പുറത്ത് പതിക്കുന്ന ഓരോ ശാസ്ത്രമാണ് അവന്റെ ശരീരം മുഴുവനും രക്തം കൊണ്ട് നിറയുമ്പോഴും യേശുവിന്റെ പ്രാർത്ഥന ഇങ്ങനെയാണ്, പിതാവേ ഇവരോട് ക്ഷമിക്കണമേ. ഇന്ന് പകൽ ദേശമേ, ഇന്ന് പകൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് ഞങ്ങൾ പ്രസംഗിക്കാനുള്ള കാരണം ചോദിച്ചാൽ, തന്റെ പുറത്ത് ആഞ്ഞുവദിക്കുമ്പോൾ ഇരിക്കുമ്പോഴും മുഷ്ടി ചുരുട്ടി യേശുവിനെ പുറത്ത് അവരിടിച്ചു. ഒരു കിരീടം കൊണ്ട് മുള്ളുകൊണ്ട് കിരീടമുണ്ടാക്കി യേശുവിനെ തലയിൽ അടിച്ചിറക്കിയിട്ടും യേശു ഒറ്റ കാര്യമുണ്ട്, പിതാവേ ഇവരോട് ക്ഷമിക്കണമേ. ഇന്ന് ദേശത്തോട് പറയട്ടെ, സുവിശേഷം എന്ന് പറഞ്ഞാൽ ഇന്ന് പകൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ. ഞങ്ങൾക്ക് വേണ്ടി അവസാനം, നമുക്ക് വേണ്ടി അവസാനത്തോട് രക്തം വരെ കാൽ വെട്ടിത്തന്ന യേശുവിനെ ഓർത്തുകൊള്ളുകയും, അതാകുന്നു ഞങ്ങളുടെ സുവിശേഷം. യേശു അവിടെ നിന്ന് പച്ച പൈമന കുരിശുമായി. അതാ യേശു വീണ്ടും എഴുന്നേറ്റ് കടന്നുപോയ യേശുവിനെ കണ്ടോ? ഇന്ന് മുതൽ യേശുവിനെ തെരുവീതിൽ കൂടി കടന്നു പോകുന്ന ഒരുവനെ കണ്ടോ? അവന്റെ പേരാ കർത്താവായ യേശു. ഇന്ന് പകല് എന്തുകൊണ്ടാണ് യേശു കർത്താവ് യേശുവിനെ തെരുവിൽ കൂടി കടന്നു പോകുമ്പോൾ അനേക സ്ത്രീകൾ യേശുവിന്റെ ഒപ്പം കരഞ്ഞുകൊണ്ട് യേശുവിന്റെ അടുക്കൽ ചെന്നു. കരയുന്ന സ്ത്രീകളെ നോക്കിക്കൊണ്ട് യേശു പറഞ്ഞാണ്, യെരൂശലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ ചൊല്ലിക്കരയണ്ട, പിന്നെയോ നിങ്ങളെയും നിങ്ങളുടെ തലമുറയെയും ചൊല്ലിക്കരയുവീ. ഇന്ന് പകൽ യേശുവിന്റെ കാര്യം ചോദിക്കട്ടെ, ഇന്നേക്ക് 2026 വർഷങ്ങൾക്ക് മുമ്പ് പാലസ്തീന്റെ പച്ചമണ്ണിൽ നിന്നുകൊണ്ട് കർത്താവ് യേശു വിളിച്ചു പറഞ്ഞു, യേശുവിന്റെ പേര് പറഞ്ഞ ആരും കരയണ്ട, യേശുവിന് വേണ്ടി ആരും കരയണ്ട, പിന്നെയോ നശിച്ചു പോകുന്ന നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി കരയണം.
ഇന്ന് പകൽ ഈ ദേശത്തോട് ചങ്കുറപ്പുഴയാൻ വിളിച്ചു പറയാ. ഇന്ന് പകല് നമ്മ ഒരു കാര്യം മറന്നു പോകരുത്. നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി കരയണം, തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്താ കാര്യം പറയുമ്പോ 10 വർഷത്തിൽ വായിച്ചു നോക്കിക്കേ. കഴിഞ്ഞ ദിവസം ഞെട്ടിപ്പിക്കുന്ന സംഭവമല്ല 10 വർഷം വായിച്ചാൽ കേൾക്കുന്നത്. ഒരു വാർത്ത കേട്ടു. ഡിഗ്രിക്ക് പഠിക്കുന്ന പെൺകൊച്ച് തന്നെ മുറിക്കകത്ത് ഒരു ആത്മഹത്യ ചെയ്തു. 10ാം ക്ലാസ് പഠിക്കുന്ന കൊച്ച് ആത്മഹത്യ ചെയ്തു. 8ാം ക്ലാസ് പഠിക്കുന്ന കൊച്ച് ആത്മഹത്യ ചെയ്തു. ഒത്തിരി കുഞ്ഞുങ്ങൾ കഞ്ചാവിന് അടിമയാണ്, MDMAക്ക് അടിമയാണ്, അല്ലെങ്കിൽ നേഴ്സിംഗ് പഠിക്കുന്ന എത്ര കുഞ്ഞുങ്ങൾ ആത്മഹത്യ ചെയ്യുന്നത്. ഇന്ന് ദേശം മറന്നു പോകരുത്. നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഇന്ന് പകൽ നമ്മുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടണം, അവർക്ക് നല്ല ജോലി ലഭിക്കണം, അവരെ സന്തോഷമായി ജീവിക്കാൻ ഇന്ന് ദേശമേ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഇന്ന് ദേശത്തോട് അസന്നിഗ്ധമായി ഞങ്ങൾ വിളിച്ചു പറയുക. ഇന്ന് പകൽ നിന്നെ സ്നേഹിക്കുന്ന ഒരുവരുണ്ട്, അവരുടെ പേരാണ് കർത്താവായ യേശു എന്ന കാര്യം ഇന്ന് മറന്നു പോകരുത്. അത് യേശു കടന്നുപോയി. അവസാനം 2 കള്ളന്മാരുടെ നടുവില് കർത്താവ് യേശുവിനെ അവർ ക്രൂശിച്ചു. അതിലൊരു കള്ളൻ യേശുവിനെ പരിഹസിച്ചു, ഒരു കള്ളൻ യേശുവിനെ സ്വീകരിച്ചു. ആ ഒരു കള്ളൻ ഇങ്ങനെ പറഞ്ഞു, പ്രഭു, അങ്ങ് രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ കൂടി ഒന്ന് ഓർത്തുകൊള്ളണം. യേശു പറഞ്ഞു, ഇന്ന് നീ എന്നോട് കൂടെ പറുദീസയിലായിരിക്കും. നമുക്ക് ചോദിക്കാൻ, ആ കള്ളൻ വലിയ മോശം കൊണ്ടോ അല്ലെങ്കിൽ വലിയ പ്രശ്നങ്ങൾ കൊണ്ടോ അവനെ മരണത്തിൽ ഏൽപ്പിച്ച ആ കള്ളനാണ്. അവന് ഇതെല്ലാം തീർന്നു. അവസാന നിമിഷം അവൻ യേശുവിലേക്ക് തന്റെ ഹൃദയത്തോട് വിട്ടുകൊടുത്തപ്പോൾ ആ യേശു പറഞ്ഞു, ഇന്ന് നീ എന്നോട് കൂടെ പറുദീസയിലായിരിക്കും. ഒരു കാര്യം പറയുന്ന സ്നേഹിത, ഇന്ന് ദേശത്തുള്ള കാര്യം ഞാൻ പറയാനാതിരിക്കുന്നത് ഇങ്ങനെയാണ്. ഇന്ന് പകൽ നിന്റെ പാവം എത്ര കടിച്ചുമപ്പായാലും അതിനെ ഹിമം പോലെ വെളുപ്പിക്കുന്ന ഒറ്റ മാർഗമുള്ളൂ, അതാണ് യേശു ക്രിസ്തുവിന്റെ മാർഗം. ഇന്ന് നീ എത്ര പാവിയായാലും എത്ര ശാപത്തിൽ ആഴപ്പെട്ടാലും ഇന്ന് പകൽ ആ യേശു നിന്നെ ഹൃദയമായി നിന്നെ സ്നേഹിക്കുക കേട്ടോ. ഒരു നിമിഷം ആ യേശുവേ എനിക്ക് അങ്ങേക്ക് വേണം, യേശുപ്പാ ഞാൻ ഞങ്ങളുടെ മകളോടെ ജീവിക്കാം ഇന്ന് ഒന്നും പറയാൻ എത്ര പേർക്ക് കഴിയും. ആ കള്ള വിളിച്ചപ്പോൾ ആ യേശു പറഞ്ഞു, ഇന്ന് നീ എന്നോട് കൂടെ പറുദീസയിലിരിക്കും. അതിനുശേഷം യേശു കർത്താവ് ഉറക്കെ വിളിച്ചു, പ്രാണന വിട്ടു. എന്താണ് യേശു വിളിച്ചു പറഞ്ഞ കാര്യമെന്ന് ചോദിച്ചാൽ എന്റെ വാക്ക് നിർത്താം. എന്താണ് യേശു പറഞ്ഞ കാര്യമെന്ന് ചോദിച്ചാൽ ഒറ്റ കാര്യം പറഞ്ഞത്. യേശു ഉറക്കം വിളിച്ച് എന്താ ഉറക്കം വിളിച്ചത് അറിയാമോ? ഇനി മനുഷ്യന്റെ പാപത്തിന് പരിഹാരമായി ഇനി ഒരു കർമ്മങ്ങളും ശേഷിക്കുന്നില്ല, ഒരു യാഗങ്ങളും ഇനി ശേഷിക്കുന്നില്ല. ഇന്ന് പകൽ അവസാനത്തോട് രക്തം വരെ ഉച്ചെത്തുന്നുണ്ട് യേശു വിളിച്ചു പറഞ്ഞു, ഇന്ന് പകൽ അത് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഇന്ന് പകൽ പാപത്തിന് രക്ഷയ്ക്ക് വേണ്ടി യാഗമായി ഒറ്റ ഒരുവരേ ഉള്ളൂ. ആ യേശുവിലേക്ക് ഇന്ന് ഹർഷമായി ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് പകൽ വാക്കിനെ വേഗം നിർത്തുകയാണ്. ഇന്ന് പകൽ അങ്ങനെ യേശു ഉറക്കമെടുത്ത് പ്രാണന വിട്ടു. തീർന്നില്ല, അങ്ങനെ യേശുവിനെ അടക്കം ചെയ്തു. അടക്കം ചെയ്തപ്പോൾ എല്ലാവരും പറഞ്ഞു, സുവിശേഷം ഇവിടെ കൊണ്ട് തീർന്നെന്ന്. കാരണം ഇനി യേശു ഇല്ല, യേശു ഉയർക്കത്തില്ല. കാരണം യേശു മരിച്ച് അടക്കപ്പെട്ടു, സകല പരിപാടി തീർന്നു. ഞങ്ങൾക്ക് ബോധം ചോദിക്കട്ടെ, ലോകം കണ്ട അനേക മഹാന്മാർ മരണമെന്ന മഹാസത്യത്തിന്റെ മുമ്പില് മുട്ടുമടക്കി അനേകർ തോറ്റുപോയില്ലേ? നിങ്ങൾക്കറിയാമോ? ലോകം കണ്ട അനേക മഹാന്മാർ കവിയത്രിയിൽ പാടിയില്ലേ? സമർത്ഥനായ സീസറും പ്രസിദ്ധനായ ഹോമറും സമത്വമത്തെ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞരെ കനല ചക്ര വിപ്രമത്രമങ്ങൾ പിന്നെ നമുക്കെന്ത് മാറ്റമൊന്നുമില്ലെന്ന് പറഞ്ഞുകൊണ്ട് അനേക മഹാന്മാർ കല്ലടകത്ത് അവർ ഒതുങ്ങിപ്പോയി. പക്ഷേ കർത്താവ് യേശുവിനെ കല്ലട അകത്ത് വെച്ചിട്ട് ഒരു കാര്യം ചെയ്തു. പട്ടാളക്കാരെ കാവൽ നിർത്തി, വലിയ കാളവണ്ടി പോലുള്ള ചക്രം പോലുള്ള കല്ലുവെട്ടി വെച്ച് കല്ലറ അടച്ചു. റോമ ഗവൺമെന്റിന്റെ ഇമ്പീരിയ മുദ്രയാൽ കല്ലറ മുദ്ര ചെയ്യപ്പെട്ടു. സുവിശേഷം ഇവിടെ കൊണ്ട് തീർന്നെന്ന് എല്ലാവരും വിധി എഴുതി. എന്നാൽ ഇന്ന് പകൽ ദേശത്തിന് പറയും, അങ്ങനെ കല്ലറകളുടെ അവസാനിച്ച ഒരുവനെ പ്രസംഗിക്കാൻ ഞങ്ങൾ ഈ ദേശത്ത് കടന്നു വരത്തില്ല. കല്ലറ കൊണ്ട് അവസാനിച്ച മരിച്ച് അടക്കപ്പെട്ട് അവിടെ കൊണ്ട് തീർന്ന ഒരുവനെ പ്രസംഗിക്കാൻ ഞങ്ങൾക്ക് സമയമില്ല. പക്ഷെ 3ാമത്തെ ദിവസം, ഹേ മരണമേ നിന്റെ ജയങ്ങളുടെ, ഹേ മരണമേ നിന്റെ വിഷമുള്ളവരെന്ന് ചോദിച്ചു
സ്ഥാപിച്ചുകൊണ്ട് മൂന്നാം നാൾ ഗവൺമെന്റിന്റെ ഇമ്പീരിയ മുദ്ര തകർത്തുകൊണ്ട് ഒരു ഉയർത്തെഴുന്നേറ്റ് അവന്റെ പേര് കർത്താവായ യേശു ക്രിസ്തു. ഇന്ന് പകലിന് പാതാളത്തെയും മരണത്തെയും ജയിച്ച ഒരൊറ്റ നേതാവുണ്ടെങ്കിൽ അവന്റെ പേര് കർത്താവായ യേശു ക്രിസ്തു. ഇന്ന് പകല് സങ്കുറത്തോടെ ആവേശത്തോടെ ഈ ദേശത്ത് നിന്നുകൊണ്ട് ഞാൻ ഉയർത്താൻ കാരണമെന്ന് ചോദിച്ചാൽ ഞാൻ ഉയർത്തുന്ന കർത്താവായ യേശു കല്ലറ കൊണ്ട് അവസാനിച്ചവനല്ല, അവൻ മരണത്തെ ജയിച്ച ഒറ്റ ഒരുവനേ ഉള്ളൂ. അവന്റെ പേര് കർത്താവായ യേശു ക്രിസ്തു. എന്റെ മക്കൾ നിർത്തുകയാണ്. ഇന്ന് ഒരു നിമിഷം ആ യേശുവിലേക്ക് ഹാർദമായി ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ഇത് പകൽ ഒറ്റ യേശുവേ, എനിക്ക് ആ യേശുവിനെ വേണം. എന്റെ പാപത്തിൽ പ്രാചിത്തമാണ് ക്രൂശിൽ മരിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് പകൽ ആ യേശുവിനെ എനിക്കത് വേണം. ഇന്ന് പകൽ ദേശത്തുള്ള പകൽ ആഗ്രഹിക്കുക. ഇന്ന് പകൽ ഞാൻ ചോദിക്കട്ടെ, ഈ സുവിശേഷം ഈ ദേശത്ത് ഞങ്ങളെപ്പോൾ അനേക ജനങ്ങൾ അനേക രാജ്യങ്ങളിലൊക്കെ നിന്നുകൊണ്ട് യേശു ക്രിസ്തുവിനെ പ്രസംഗിക്കുക. ഈ സുവിശേഷത്തിന് വേണ്ടി എഴുന്നേൽക്കാത്ത ചക്രവർത്തിമാരില്ല, സുവിശേഷത്തിന് എതിരായി ഇറങ്ങാത്ത രാജാക്കന്മാരില്ല. അന്ന് സുവിശേഷം പ്രസംഗിച്ച കാരണത്താൽ അനേകരെ സിംഹത്തിന്റെ ഗുഹയിലിട്ട് കളഞ്ഞു, അനേകരെ പച്ചയായി അവരെ അടിച്ചുകൊണ്ട് കളഞ്ഞു, അനേകരെ കഴുത്ത് വെട്ടിമാറ്റിക്കളഞ്ഞു. അത് മാത്രമല്ല, അനേകരെ ചാണകം തിന്നേണ്ടി വന്നു, അനേകർക്ക് സ്വന്തം വെള്ളം പോലും കൊടുക്കാതെ നാട്ടിൽ നിന്ന് പുറത്താക്കി. പക്ഷേ അതുകൊണ്ടോ ഇന്നുപോൽ സുവിശേഷം ഇന്ന് വരെ ആ പറഞ്ഞ വാക്കുകൊണ്ടോ സുവിശേഷം ഇന്നു പോയിട്ടില്ല. സുവിശേഷം ഇപ്പോഴും ഏത് കാലഘട്ടത്തിലും ഇത് ചങ്കുറപ്പോൾ പ്രസംഗിക്കാൻ കാരണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പ്രസംഗിക്കണവരെ നിങ്ങൾ അടിക്കുവോ ഇടിക്കുവോ ഞങ്ങൾ എന്ത് ചെയ്താലും ചിലപ്പോൾ ഞങ്ങളെ പ്രസംഗം തീരാം. പക്ഷേ സുവിശേഷം പ്രസംഗിക്കാൻ അനേകരെ വീണ്ടും നാളെ എഴുന്നേൽപ്പിക്കുമെന്ന കാര്യം ഇന്ന് ദേശത്തോട് പറയുന്നതിന് ഞങ്ങൾ വലിയ സന്തോഷമുണ്ട്. കാരണം ഇത് ജീവന്റെ മാർഗമാണ് സുവിശേഷം. ഈ സുവിശേഷം ചെന്ന സ്ഥലത്തൊക്കെയും വലിയ സമാധാനം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഒരു നിമിഷം ആ യേശുവിന്റെ കണ്ണിലേക്ക് നമുക്ക് സമർപ്പിക്കാം. യേശുപ്പാ, ഞാൻ പാപിയായ ഒരു മനുഷ്യനാണ്. ഇത് പകൽ നിന്റെ ജീവിതത്തിനകത്ത് ആത്മഹത്യയെ കുറിച്ച് ചിന്തയായിരിക്കുമെങ്കിൽ ആത്മഹത്യ ചെയ്യരുത് കേട്ടോ. നിന്റെ അപ്പനോ അമ്മയ്ക്കോ ആർക്കും വേണ്ടെങ്കിലും ആ യേശുവിന് ആവശ്യമാണ്. ഒരു നിമിഷം യേശുപ്പാ, ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നിൽക്കുന്ന നിൽപ്പെടുത്തി ആ കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച്, യേശുപ്പാ, ഞാൻ ഭാവിയായ മനുഷ്യനാണ്, എന്റെ ജീവിതത്തിൽ സമാധാനമില്ലാതെ ഞാൻ നടക്കുന്ന ഒരു വ്യക്തിയാണ്. ഇന്ന് പകൽ ഈ വചനം ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ യേശുവിനെ എനിക്ക് വേണം. എന്റെ ഹൃദയത്തിന്റെ അകത്ത് എന്റെ നാഥനായി യേശു വാഴണമെന്ന് എത്ര പേർക്ക് പറയാൻ കഴിയും? ഞാൻ സ്നേഹിക്കുന്ന ഇന്നു പകൽ ഈ ദേശത്തോട് ഞാൻ അറിയിക്കുന്നതായി സ്തോത്രം. ഇന്നു പകൽ അപ്പാ, ആരെങ്കിലും ഈ വചനം കേട്ട് ഹൃദയത്തിന്റെ അകത്ത് രോഗത്താൽ ഭാരപ്പെടുന്നുവെങ്കിൽ, സമാധാനമില്ലാതെ ആത്മഹത്യ അവർ ചിന്തിക്കുന്നുവെങ്കിൽ, ഇന്നു പകൽ എല്ലാ ആത്മഹത്യ പ്രവണതകൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. യേശുവിന് വലിയ സമാധാനം, യേശുവിന് വലിയ സൗഖ്യം ഇപ്പോൾ തന്നെ കുടുംബത്തിൽ ജനങ്ങൾ സ്തോത്രം ചെയ്ത് കർത്താവേ. ഇന്ന് വലിയ ദേശത്തെ യേശുവിന്റെ നാമത്തിൽ ഞാൻ അനേകം പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽ എല്ലാ മഹത്വവും പുകഴ്ചയും യേശുവിനിരുന്നു. പ്രാർത്ഥനായ സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. യേശു ക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു. യേശു ക്രിസ്തു രോഗികളെ സൗഖ്യമാക്കുന്നു. ആദ്യ രാജാവായി വേഗം വരുന്നു. അവനെ എതിരേൽക്കാൻ ഒരുങ്ങിക്കൊള്ളുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓക്കേ, ഗോഡ് ബ്ലെസ് യു.